ഗൈസ്, കഴിഞ്ഞ മാച്ച് വീക്കിൽ നമ്മൾ ഐ ലീഗ് അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു ദൃശ്യം മോഡൽ ക്ലൈമാക്സിലേക്കാണോ പോകുന്നതെന്നായിരുന്നു ചോദ്യം. എന്നാൽ അങ്ങനെയൊന്നുമല്ല. കാര്യങ്ങൾ വീണ്ടും മൊത്തത്തിൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസോട് കൂടി മാറി മറിയുന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു CBA മോഡൽ ക്ലൈമാക്സിലേക്കാണോ എന്നുള്ളത്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ CBA മോഡൽ ക്ലൈമാക്സ് അറിയാമല്ലോ, നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും അവസാനം വില്ലനായിട്ട് വരുന്നൊരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു തരത്തിൽ പോകുന്നു. കാരണം കഴിഞ്ഞ മാച്ച് വീക്കിന് മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ള സമയത്ത് പറഞ്ഞിരുന്നു ഏറ്റവും സാധ്യത ഉണ്ടായിരുന്ന രണ്ട് ടീമുകൾ ചർച്ചിൽ ബ്രദേഴ്സും ഇന്റർ കാഷിയുമാണ്. അത് കഴിഞ്ഞിട്ട് റിയൽ കാശ്മീരിന് സാധ്യതയുണ്ട്. അത് കഴിഞ്ഞൊരു വൈഡായിട്ടുള്ള സാധ്യതയാണ് ഗോകുലം കേരള FC ഉള്ളത്. എന്നാൽ ഇപ്പം സാധ്യതകളൊക്കെ മാറി മറിഞ്ഞ് ആ വൈഡായിട്ടുള്ള സാധ്യത ഗോകുലം കേരള FC നന്നായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ച് വീക്ക് 21 നടന്ന മത്സര ഫലങ്ങളാണ്. ഇപ്പോൾ ഇന്റർ കാഷിയും ചർച്ചിൽ ബ്രദേഴ്സും തമ്മിൽ നടന്ന മത്സരം ഒരു സമനിലയിൽ പിരിയേണ്ട സാഹചര്യം വരുന്നു. അതുപോലെ റിയൽ കാശ്മീരിൻ്റെ മത്സരവും ഡംബോയ്ക്കെതിരെ ഒരു സമനിലയിൽ പിരിയുന്നു. എന്നാൽ ഗോകുലം കേരള FCക്ക് ശ്രീനിധി FCക്കെതിരെ ഒരു വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്നു. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് പോയിന്റ് ടേബിളിലും ഒരു മാറ്റം സംഭവിക്കുന്നത്. നിലവിൽ ചർച്ചിൽ ബ്രദേഴ്സ് ആണ് ഒന്നാം സ്ഥാനത്തുള്ളത് 39 പോയിന്റുമായിട്ട്. രണ്ടാം സ്ഥാനത്തേക്ക് ഗോകുലം കേരള FC വരുന്നു. 37 പോയിന്റാണ് ഗോകുലത്തിനുള്ളത്. എന്നാൽ റിയൽ കാശ്മീരിനും ഇന്റർ കാഷിക്കും 36 പോയിന്റ് വീതമാണുള്ളത്. നിലവിൽ സാധ്യത ഐ ലീഗ് വിൻ ചെയ്യാൻ 3 ടീമുകൾക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തുകൊണ്ട് ഇന്റർ കാഷിക്കും 36 പോയിന്റ് അല്ലേ, അവർക്ക് സാധ്യത ഇല്ലേ എന്നുള്ളത്. ഇല്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത്. നിലവിൽ സാധ്യതയുള്ളത് ചർച്ചിൽ ബ്രദേഴ്സ്, ഗോകുലം കേരള, റിയൽ കാശ്മീർ എന്നീ ടീമുകൾക്കാണ്. എന്തുകൊണ്ട് ഇന്റർ കാഷിക്ക് സാധ്യതയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ നമുക്കറിയാമല്ലോ അവർക്ക് ചില പ്രശ്നങ്ങൾ കാരണം പോയിന്റ് പോയി. ഇപ്പോൾ അതിൻ്റെ അപ്പീലിന് വേണ്ടിയിട്ട് ഒക്കെ കാത്തിരിക്കണം. അതുമാത്രമല്ല മറ്റ് ചില ടീമുകളും അവർ ഇനെലിജിബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കളിപ്പിച്ചു എന്ന് പറയുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പം ഇനിയും പോയിന്റുകൾ കുറയുമോ എന്നുള്ളൊരു സാഹചര്യവും അവിടെ നിൽക്കുന്നു. മാത്രമല്ല ഇനിയിപ്പോൾ അവർ ഇതിൽ നിന്ന് തന്നെ അടുത്ത മാച്ച് ഒരു 3 പോയിന്റ്സ് നേടുന്നൊരു സാഹചര്യത്തിലേക്ക് വന്നാലും ചർച്ചിൽ ബ്രദേഴ്സുമായിട്ടുള്ള ഹെഡ് ടു ഹെഡ് നോക്കുമ്പോൾ 2 മത്സരവും ചർച്ചിലിനെതിരെ ഇന്റർ കാഷിക്ക് വിജയിക്കാൻ സാധിച്ചില്ല. ഒരു മത്സരം ചർച്ചിൽ വിജയിച്ചു. അപ്പം ഒരു സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. എന്താണെങ്കിലും ആ ഒരു അപ്പീൽ കമ്മിറ്റിയിലെ ആ ഒരു വൈഡായിട്ടുള്ള സാധ്യതയാണ്. ഇപ്പം വൈഡ് സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഗെയിമിൽ നിൽക്കുന്ന കാര്യമല്ല, അത് റിസൾട്ട് വരുന്ന സാഹചര്യം തന്നെ വേണ്ടി വരും. എന്നാണെങ്കിലും ഇന്ന് നടന്നിട്ടുള്ള ചർച്ചിലും ഇന്റർ കാഷിയും തമ്മിൽ നടന്ന മത്സരം അവസാന മിനിറ്റിലാണ് സമനിലയാകുന്നത്. അതായത് ഇഞ്ചുറി ടൈമും കഴിഞ്ഞുള്ള അവസാനത്തെ നിമിഷങ്ങളിലാണ് ആകുന്നത്. അതുവരെ ഇന്റർ കാഷി മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ അവർക്കും ഒരു സാധ്യത ഉണ്ടായേനെ എന്നുള്ളതാണ്. ഏതായാലും ഏറ്റവും കൂടുതൽ സാധ്യത ഐ ലീഗ് വിൻ ചെയ്ത് ISLലേക്ക് പോകാൻ ചർച്ചിൽ ബ്രദേഴ്സിനാണ്. നിലവിൽ 39 പോയിന്റാണുള്ളത്. അവർക്ക് സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു സമനില മതി. റിയൽ കാശ്മീരിനെതിരെയാണ് അടുത്ത മത്സരം നടക്കാൻ പോകുന്നത്. അപ്പം ആ മത്സരത്തിൽ സമനില വന്നു കഴിഞ്ഞാൽ, അതായത് മിനിമം സമനില വന്നു കഴിഞ്ഞാൽ ഈ റിയൽ കാശ്മീരിൻ്റെയോ ഗോകുലത്തിൻ്റെ ഒന്നും കാര്യങ്ങളിലോ നോക്കുക വേണ്ട. പിന്നെ അവർ കളിക്കാൻ പോകുന്നത് റിയൽ കാശ്മീരിനെതിരെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ടാക്കിൾ ചെയ്യാൻ പറ്റും. പിന്നെ ഗോകുലത്തിൻ്റെ കാര്യം നോക്കുക വേണ്ട എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഗോകുലം കേരളയുടെ സാധ്യത എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത മത്സരം അവർക്ക് വരുന്നത് ഡംബോയ്ക്കെതിരെയാണ്. ആ മത്സരം വിജയിക്കുകയും റിയൽ കാശ്മീർ ചർച്ചിൽ ബ്രദേഴ്സിനെ പരാജയപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഗോകുലം കേരള FC ആയിരിക്കും ഐ ലീഗ് ചാമ്പ്യൻസ് ആവുകയും ISLലേക്ക് പ്രൊമോട്ട് ചെയ്ത് എന്ന ടീമായിട്ട് മാറുകയും ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കും ഇതൊരു ടഫായിട്ടുള്ളൊരു സാധ്യത അല്ലേ എന്നുള്ളത്. അത്ര ടഫ് അല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗോകുലം നല്ല ഫോമിലാണ് നിൽക്കുന്നത്. തുടർച്ചയായിട്ട് 4 മത്സരങ്ങൾ വിജയിച്ചാണ് നിൽക്കുന്നത്. ഡംബോ അത്ര നല്ല ഫോമിലൊന്നുമല്ല, 9ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഗോകുലത്തെ സംബന്ധിച്ചിടത്തോളം അടുത്തതൊരു ഹോം മത്സരമാണ്. അപ്പോൾ അവർക്കത് വിജയിക്കാൻ കഴിയുന്ന മത്സരം തന്നെയാണ്. എന്നാൽ ഇപ്പം ചർച്ചിലും 1ാം സ്ഥാനത്തല്ല നിൽക്കുന്നത്. ആ മത്സരം അവർ പരാജയപ്പെടേണ്ട സാഹചര്യം കൂടി ഉണ്ടല്ലോ. അവിടെ ഒരു സാധ്യത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മത്സരം നടക്കുന്നത് കാശ്മീരിൽ വെച്ചിട്ടാണ്. കാശ്മീരിൽ പോയിട്ട് ഒരു എവേ ടീമിന് വിജയിക്കുക അല്ലെങ്കിൽ പോയിന്റ് എടുക്കുക എന്നൊക്കെ പറയുന്നതിൽ തന്നെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ റിയൽ കാശ്മീരിനും ഈ ഒരു മത്സരം വളരെ ആവശ്യമായതുകൊണ്ട് തന്നെ അവരും മാക്സിമം വിജയിക്കാനുള്ള തന്ത്രങ്ങളിൽ തന്നെ ആയിരിക്കും. ഇനി റിയൽ കാശ്മീരിൻ്റെ സാധ്യത എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചർച്ചിൽ ബ്രദേഴ്സിനെതിരെ ഒരു മിനിമം 3 ഗോളിൻ്റെ ഡിഫറൻസിലെങ്കിലും വിജയിക്കണം. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെഡ് ടു ഹെഡ് നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ലെഗിൽ ചർച്ചിൽ ബ്രദേഴ്സ് 3-1 ഇവരെ റിയൽ കാശ്മീരിനെ പരാജയപ്പെടുത്തി. അപ്പം അതിൽ കൂടുതൽ ഗോൾ ഡിഫറൻസിൽ തോൽപ്പിക്കുക എന്ന് പറയുന്ന സാഹചര്യമുണ്ട്. അതുമാത്രമല്ല ഗോകുലം കേരള FC വിജയിക്കരുത്. ഇനി തോൽക്കുകയോ സമനിലയാകുകയോ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിലാണ് റിയൽ കാശ്മീരിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ നോക്കി വരുമ്പോഴത്തേക്കും സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ എന്നൊക്കെയാണ് പറയേണ്ടി വരിക. കാരണം പോയിന്റിൽ ഡിഫറൻസുകളുണ്ട്. ചർച്ചിലിന് മുൻതൂക്കമുണ്ട്, അതിനേക്കാൾ കുറച്ച് കുറവാണ്. ഗോകുലത്തിന് അതിനേക്കാൾ കുറച്ചും കൂടി കുറവാണ്. റിയൽ കാശ്മീർ എന്നൊക്കെ പറയുമെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല. ഐ ലീഗിൻ്റെ കാര്യമാണ്. ഇനി CBA മോഡൽ ടെസ്റ്റിൽ നിന്ന് വേറെ ഏതെങ്കിലും ടെസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളത് കണ്ടറിയണം. എല്ലാവർക്കും സാധ്യതകളുണ്ട്. ഇനി ഇന്റർ കാഷിയുടെ അപ്പീലൊക്കെ പോയിട്ട് ഇനി അവരും വേറൊരു സാധ്യതയിലേക്ക് വരുമോ എന്നുള്ളതും അറിഞ്ഞൂടെ. എന്തിനാണ് ഇത്ര ഒരു ലാഗ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് അതിൻ്റെ ഒരു വിധി പരിശോധിച്ച് ഒരാഴ്ചക്കുള്ളിൽ വന്നിരുന്നെങ്കിൽ പിന്നെ മത്സരങ്ങൾ കഴിഞ്ഞതിന് ശേഷം അത് കാത്തിരിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അത് മനസ്സിലാകുന്നില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റും.
സനിയ.